ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കോന്നിയിലോട്ട് പോവാണ്. കോന്നി ആനക്കൂട്ടിലോട്ട് പോവാണ്. കോന്നി എക്കോ ടൂറിസം മേഖലയാണിത്. ഇവിടെ നമുക്ക് കോന്നി ആനക്കൂട് ഇതിനകത്താണ്, ഈ കാണുന്നതിനകത്താണ് കോന്നി ആനക്കൂട്. ഇതിനകത്ത് 3-4 ആനകൾ, വലിയ ആനകളുണ്ട്, പിന്നെ ഒരു കുഞ്ഞാനയുണ്ട്. നമ്മളപ്പം കുഞ്ഞാനയും വലിയാനയും ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇതാണ് കോന്നി എക്കോ ടൂറിസം മേഖല. ഇതിന് 15 കിലോമീറ്റർ മാറിയാണ് അടവി കൊട്ടവഞ്ചി ടൂറിസമൊക്കെ ഉള്ളത്. നല്ല വൈബുള്ള സ്ഥലമാണ്. അധികം മഴയില്ലാത്തൊരു ദിവസമാണ് വന്നത്. അധികം വെയിലില്ലാത്തതും മഴയില്ലാത്തതായിട്ടൊരു ദിവസം ചൂസ് ചെയ്തത് നല്ലതായിരിക്കും. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 55 രൂപയാണ് ആയത്. പിന്നെ 10 രൂപ പാർക്കിങ്ങിനൂടെ. ഈ ആശാനാണ് ഇവിടുത്തെ കുട്ടിയാന. നമ്മൾ വന്ന സമയത്ത് ആശാൻ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇനി ആ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാം ആശാൻ ആക്റ്റീവായിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് അവസാനം എത്തുമ്പോഴേക്ക് കാണാം. ഇപ്പോൾ ആശാൻ അനങ്ങാതെ നിൽക്കുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ എലിഫൻ്റ് ആർട്ട് ഗാലറി. ഇതിനകത്ത് ആനകളുടെ രൂപം പല വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. നല്ല രസമാണ് ഇതിൻ്റെ അകം. ആനകളുടെ രൂപം പല വസ്തുക്കളുണ്ട്. കച്ചി, പിന്നെ ബാമ്പു, അങ്ങനെ പലവിധ സംഭവങ്ങളായിട്ട് ആനകളുടെ രൂപം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം. നല്ല രസമായിരുന്നു അതിൻ്റെ അകം. ഇവരാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടുത്തെ മെയിൻ ആനകളാണ്. ഇവരുടെ ആക്ഷൻസും ഇവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്ന അറിയത്തേയില്ല. ഇത് ഫുഡ് കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. സമയം പോകുന്ന നമുക്ക് അറിയത്തേയില്ല. പിന്നെ ഇവിടെ ഒരു തിയേറ്ററുണ്ട്. ആനകളുടെ പറ്റി കാണിക്കുന്നത് ഷോ ആണെന്ന് തോന്നുന്നു. 3D തിയേറ്ററുണ്ട്. 50 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ കയറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ തേൻ നമുക്ക് കിട്ടും. അവർ പറഞ്ഞ് എനിക്ക് തോന്നുന്നു 700 രൂപയായിരുന്നു തോന്നുന്നു കിലോയ്ക്ക്. 1 കിലോ തേൻ 700 രൂപ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന തേനാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചായിരുന്നല്ലോ അനങ്ങാതെ നിന്നൊരു ആശാൻ, ആ പുള്ളിയാണിത്. പുള്ളി ഇപ്പോൾ ആക്റ്റീവായി കഴിഞ്ഞ് പുള്ളി ഈ കൂടിനകത്ത് കിടന്ന് കറക്കത്തോടെ കറക്കമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താതെ പുള്ളി നടപ്പും. പുള്ളി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പുള്ളിയുടെ തലയൊന്ന് പോയി ഇടിച്ചു. എന്നിട്ട് പുള്ളിക്ക് വേദനിച്ചെന്ന് തോന്നുന്നു. പിന്നെയും പുള്ളി വേദനയൊക്കെ മറന്നിട്ട് വീണ്ടും കറങ്ങുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പുതിയ വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.